സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ ഓഥർ, വളരെ പ്രശസ്തനായ, പ്രത്യേകിച്ചും കൃപ എന്ന സബ്ജക്റ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ആ ഒരു തിയോളജിയെ വളരെ പോപ്പുലറാക്കി മാറ്റിയതിലൂടെ പ്രശസ്തനായി തീർന്ന ഫിലിപ്പ് യാൻസിയെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത. പറയുന്ന വാർത്ത നല്ലതല്ല, സുഖകരമല്ല, പക്ഷെ പറയാതിരിക്കുവാൻ കഴിയുകയുമില്ല. ചിലരൊക്കെ ചോദിക്കും, എന്തിനാണ് ഇത്തരം വാർത്തകൾ ചെയ്യുന്നത്? ഈ വാർത്തകൾ മുന്നറിയിപ്പുകളാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഉന്നത നിലയിലെത്തിയിട്ട് പാപത്തിൽ വീണുപോയ അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത് തുടരുന്നത് എന്ന ഒരു ചോദ്യത്തിനുത്തരം മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഫിലിപ്പ് യാൻസി വളരെ പ്രശസ്തനാകുന്ന ക്രിസ്തീയ എഴുത്തുകാരൻ, 76 വയസ്സ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്പ് യാൻസിയുടെ പുസ്തകങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ യൗവനപ്രായത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫിലിപ്പ് യാൻസി എന്ന് പറയുന്ന പേര് മലയാളികൾ പോലും കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരു പേരാണ്. എന്താണിപ്പോൾ സംഭവിച്ചത്? ഫിലിപ്പ് യാൻസി തന്നെ വന്ന് ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നു, ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. 8 വർഷമായി താൻ ഒരു അവിഹിത ബന്ധത്തിലായിരുന്നു. അതായത് മറ്റ് ഒരു വിവാഹിതയായ സ്ത്രീയുമായി തനിക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. താൻ അതിൽ കുറ്റബോധമുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫിലിപ്പ് യാൻസി പരസ്യമായി ഡിക്ലെയർ ചെയ്തു, ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ്. ഇനിയും ഒരു റിട്ടയർമെൻറ്റ് ലൈഫായിരിക്കും ജീവിക്കുന്നത്. 76 വയസ്സായിരിക്കുന്നു. അതിനു മുമ്പൊക്കെ ചെയ്ത പാപങ്ങൾ ഈ 76-ാം വയസ്സിൽ ഏറ്റുപറഞ്ഞിട്ട് ശുശ്രൂഷയിൽ നിന്നും ഫിലിപ്പ് യാൻസി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. 1970-ലാണ് ഫിലിപ്പ് യാൻസി വിവാഹം കഴിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 50-ലധികം വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ച ഒരു വ്യക്തി, 50-55 വർഷം മുമ്പ് വിവാഹം കഴിച്ച വ്യക്തി, ഇപ്പോഴും ഒന്നിച്ചാണ് അവർ കഴിയുന്നത്. ഫിലിപ്പ് യാൻസിയുടെ ഭാര്യ ഈ വാർത്തകൾ അറിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവിനോട് ദൈവം ക്ഷമിച്ചുവെന്നും, എന്നാൽ തനിക്ക് ഹൃദയത്തിൽ മുറിവുണ്ട്, താൻ വഞ്ചിക്കപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുവാൻ ഇടയായിത്തീർന്നു. ക്രിസ്തീയ ലോകം മുഴുവൻ വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. ഒരുപക്ഷേ നമ്മൾ മലയാളികൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ മുഴുവൻ വലിയ തലക്കെട്ടോടുകൂടെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പ് യാൻസി തെറ്റായ ബന്ധമുണ്ടെന്നുള്ള കാരണത്താൽ അദ്ദേഹം ശുശ്രൂഷയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഫീൽഡിൽ ഇന്ന് ഈ ക്രിസ്തീയ മാധ്യമങ്ങളും സെക്കുലർ മാധ്യമങ്ങളും ക്രിസ്തീയ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന വാർത്തയാണ് ഫിലിപ്പ് യാൻസിയുടെ ഈ വാർത്ത. എന്തുകൊണ്ടാണ് ഇത്തരം പാപത്തിൻ്റെ കെണിയിൽ വലിയ ദൈവദാസന്മാർ വീഴുന്നത്? ഇവിടെ നാം മനസ്സിലാക്കണം, ഇവിടെ വലിയ ദൈവദാസനെന്നോ ചെറിയ ദൈവദാസനെന്നോ വ്യത്യാസമില്ല. നമ്മുടെ ശരീരത്തിലെ കെമിസ്ട്രിക്കെതിരെയുള്ള നമ്മുടെ യുദ്ധത്തിൽ ആ ഒരു വലിയ തൃഷ്ണ, അതിനെ അതിജീവിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാകുന്ന ജോലിയാണ്. അതിൽ നാം വിജയം നേടേണ്ടത് ആവശ്യമാണ്. ഏത് വലിയ ആളും ഏത് ഭക്തനും ഇത്തരം പാപങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അറിവോട് വ്യക്തിപരമായ ജീവിതത്തെ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമെടുത്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഫിലിപ്പ് യാൻസിയെ പോലുള്ളവർ വീഴുന്നത്? പ്രത്യേകിച്ചും ഗ്രേസിൻ്റെ ഡോക്ട്രിൻ, ആ ഡോക്ട്രിൻ ഈ കാലത്തും എക്സ്ട്രീമായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ എക്സ്ട്രീം ഗ്രേസ് പഠിപ്പിക്കുന്നവർ, അവർ പാപത്തിൽ വീണുപോകാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. നാം പഠിപ്പിക്കുന്ന ഏത് ഡോക്ട്രിനും ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് ഗ്രേസിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ, പ്രവൃത്തി, വർക്കിൽ ആശ്രയിക്കുന്ന ഡോക്ട്രിൻ അത് ഒരു എക്സ്ട്രീം, മറുഭാഗത്ത് ഒട്ടും പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായി ഗ്രേസിൽ ആശ്രയിക്കുന്ന ഗ്രേസിൻ്റെ ഒരു എക്സ്ട്രീം ഡോക്ട്രിൻ.
ഇത് രണ്ടും മലയാളികളുടെ ഇടയിലുണ്ട്. ചിലർ എക്സ്ട്രീം വർക്ക്, മറ്റു ചിലർ എക്സ്ട്രീം ഗ്രേസ് പഠിപ്പിക്കുന്നു. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിബ്ലിക്കൽ ഡോക്ട്രിൻ നമ്മൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പൂർണ്ണമായിട്ടും പ്രവൃത്തിയിൽ ആശ്രയിച്ചല്ല നമ്മുടെ രക്ഷ, കൃപയിൽ ആശ്രയിച്ചാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന ഒരു ക്ലിയറായ ഡോക്ട്രിൻ നാം പഠിപ്പിക്കണം. പക്ഷേ ഗ്രേസിൻ്റെ ഡോക്ട്രിൻ എക്സ്ട്രീമായിട്ട് പഠിപ്പിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, അവർ എന്ത് പാപം ചെയ്താലും ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ, ദൈവം ക്ഷമിക്കും എന്ന് ഒരു ചിന്തയിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ കൃപയെ, കാൽവറി ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അവർ വളരെ ലഘുവായി എടുക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻറ്റഡ്. അതായത് വളരെ ലഘുവായിട്ട്, വളരെ സിമ്പിളായിട്ട് അതിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാതെ അവർ അതിനെ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിലുള്ളവർ ഇങ്ങനെയുള്ള പാപങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫിലിപ്പ് യാൻസിക്ക് അറിയാം താൻ ചെയ്തത് കൊടും പാപമാണ്. തന്നെ മാത്രമല്ല, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ, ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന പാപം യേശുവിൻ്റെ ശരീരത്തിനെതിരെയുള്ള പാപമാണ്. താനും തൻ്റെ ഭാര്യയുമായിട്ടുള്ള ഉടമ്പടി ലംഘനമാണ്. അതുമാത്രമല്ല, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കുന്നു എന്ന വചനപ്രകാരം മറ്റൊരു വ്യക്തി, അതായത് താൻ ആരുമായിട്ടാണോ ഈ പാപത്തിൽ ഇൻവോൾവ് ആയത് ആ വ്യക്തിയുടെ ഭർത്താവുമായിട്ട് ഈ വിഷയത്തിൽ താൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വളരെ ഗുരുതരമായ പാപമാണ് താൻ ചെയ്തിരിക്കുന്നതെന്ന് ഫിലിപ്പ് യാൻസിക്കറിയാം. തൻ്റെ നിത്യത നഷ്ടപ്പെടുമെന്നുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും ഇത് പുറത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ അപമാനിക്കുന്നതിന് മുമ്പ് താൻ തന്നെ അനുതാപത്തോടുകൂടെ സത്യം വിളിച്ചു പറഞ്ഞത്. ഫിലിപ്പ് യാൻസിയോട് ദൈവം ക്ഷമിക്കുമോ എന്ന ചോദ്യം ആളുകൾ ചോദിക്കും. എൻ്റെ വിശ്വാസം എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള പാപങ്ങൾ, ഈ പാപങ്ങൾ ശരീരത്തിന് എതിരായിട്ടുള്ള പാപമായതുകൊണ്ട്, അതായത് ക്രിസ്തു ശരീരത്തിനെതിരായിട്ടുള്ള പാപമായതുകൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ്റെ കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു ആശയമാണ്. അതായത് വ്യഭിചാരം പോലെയുള്ള പാപങ്ങൾ ശരീരത്തിനെതിരെയുള്ള പാപമാണ്. ശരീരം എന്ന് പറയുമ്പോൾ നാം ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, യേശുവിൻ്റെ ശരീരമാകുന്ന നമ്മുടെ ശരീരം ഇത്തരത്തിലുള്ള പാപങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വി ആർ സിന്നിങ് അഗൈൻസ്റ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ശരീരത്തിന് എതിരായിട്ടുള്ള പാപമായതുകൊണ്ട് അതിൻ്റെ ഗുരുതരമാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പാപം ക്ഷമിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിൽ ഒരുപക്ഷെ നിത്യത നഷ്ടപ്പെടാതിരിക്കും, പക്ഷേ ശരീരത്തിൽ ക്ലേശവും കഷ്ടവും ഒക്കെ അനുഭവിക്കുന്ന അതിൻ്റെ കോൺസിക്വൻസസ്, അതായത് പാപത്തിൻ്റെ ശിക്ഷ, അത് കേവലം ശരീരത്തിലെ ക്ലേശങ്ങളായിരിക്കുകയില്ല. ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ്റെ തകർച്ച തന്നെ വലിയൊരു കോൺസിക്വൻസാണ്. അങ്ങനെ വലിയ കോൺസിക്വൻസ് അദ്ദേഹത്തിന് നേരിടേണ്ടതായി വരും. ഈ അടുത്ത സമയത്ത് എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്പൗസ് അറിയാതെ, എൻ്റെ ഭാര്യ അറിയാതെ വളരെ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ ഓഫീസിലുള്ള ഒരാളുമായി എനിക്ക് ദീർഘനാളായിട്ട് ബന്ധമുണ്ട്. പക്ഷേ എനിക്കറിയാം ഇത് തെറ്റാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷമ ചോദിക്കണം, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. പക്ഷേ അതുകൊണ്ട് ഈ ഒരു തെറ്റ് നിമിത്തം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ആ കോൺസിക്വൻസ് നിശ്ചയമായിട്ടും നിങ്ങൾ അനുഭവിച്ചേ മതിയുള്ളൂ. അത് പല വിധത്തിലുണ്ടാകാം. സത്യത്തിൽ നിങ്ങളുടെ സ്പൗസിനോട് നിങ്ങൾ ഉടമ്പടി ലംഘനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവത്തോട് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയോടും അത് ഏറ്റുപറയേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ മുടിയൻ പുത്രൻ ക്ഷമ ചോദിക്കുന്നത് ദൈവത്തോട് മാത്രമല്ല, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ചില പാപങ്ങൾ സ്വർഗത്തോട് മാത്രമല്ല ചെയ്യുന്നത്. ചില പാപങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ തലത്തിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അവരോടും ക്ഷമ ചോദിക്കണം. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഭാര്യയോട് നീ ക്ഷമ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അവൾ നിന്നിൽ നിന്ന് വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വാർത്ത വെളിയിൽ വരുമ്പോൾ നീ ആരുമായിട്ടാണോ ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ദൈവിക ശിക്ഷ എന്ന നിലയിൽ ചില കോൺസിക്വൻസസ് ദാവീദ് അനുഭവിച്ചതുപോലെ, അതായത് ദാവീദ് ബത്ശേബയുമായിട്ടുള്ള ബന്ധത്തിൽ അനുഭവിച്ച കോൺസിക്വൻസസ് നമുക്കറിയാം.
അങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ യേശുവെ ക്ഷമിക്കണേ, ഓക്കെ നിൻ്റെ കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞ് പൊടിയും തട്ടിപ്പോകാമെന്ന് കരുതണ്ട. അപ്പോൾ യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ കോൺസിക്വൻസസ് ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഇത്തരം വീഡിയോകൾ നാം ചെയ്യുമ്പോൾ ഇത് മുന്നറിയിപ്പുകളാണ്. അവരെ പോലുള്ളവർ വീണുപോയെങ്കിൽ നമ്മളും വീഴാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. നമ്മെ തന്നെ ദൈവകൃപയ്ക്കുള്ളിൽ മറച്ചു നിർത്തണം. പാപത്തെ പാപമായി കാണണം. കർത്താവ് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് എന്ത് പാപവും ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്. അത്തരം എക്സ്ട്രീം ഗ്രേസിൻ്റെ ഡോക്ട്രിൻ അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. എക്സ്ട്രീം ഗ്രേസ് ആണെങ്കിലും എക്സ്ട്രീം വർക്കാണെങ്കിലും രണ്ടും അപകടകരമാകുന്ന ഉപദേശങ്ങളാണ്. നമുക്കെപ്പോഴും വേണ്ടത് ഒരു ശരിയായ ബാലൻസ്ഡ് ഡോക്ട്രിനാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.